7 വയസ്സ് പ്രായമുള്ള കുട്ടികളെക്കാൾ ബുദ്ധിശാലികളായ പക്ഷികൾ നമുക്ക് ചുറ്റിലും പറക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ സാധിക്കുമോ? ഈ പക്ഷിക്ക് എണ്ണാനും ഉപകരണങ്ങൾ ഉപയോഗിക്കാനും സങ്കീർണമായ പ്രശ്നങ്ങൾ പലതും പരിഹരിക്കാനും കഴിയും. ഇവർക്ക് അസാമാന്യമായ ഓർമ്മശക്തിയുണ്ട്. കൂടാതെ ഭാവിയിലേക്ക് പദ്ധതികൾ വിഭാവനം ചെയ്യാൻ സാധിക്കും. ഇവർ കാര്യകാരണ തത്വങ്ങൾ മനസ്സിലാക്കുകയും തങ്ങളുടെ പ്രവൃത്തികളുടെ ഫലം മുൻകൂട്ടി കാണുകയും ചെയ്യുന്നു. ഇവർ മനുഷ്യർ ഉൾപ്പെടെയുള്ള പല മൃഗങ്ങളെയും പരിഹസിക്കുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ പക്ഷിയുടെ ബുദ്ധിശക്തിയെക്കുറിച്ച് ശാസ്ത്രജ്ഞർ കൂടുതൽ ഞെട്ടിക്കുന്ന കണ്ടെത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാം ഒരിക്കലും ഗൗരവമായി എടുത്തിട്ടില്ലാത്ത ഒരു ജീവവർഗവുമായി ഉടൻ തന്നെ നമുക്ക് ഏകദേശം തുല്യമായ തന്നെ നിബന്ധനകളിൽ കണക്കിലെടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. ഇത് അത്യന്തം പരിണമിച്ച ഒരു കുരങ്ങുവർഗത്തെക്കുറിച്ചുള്ള വിവരണമല്ല, നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന കാക്കകളെക്കുറിച്ചാണ്. ആർക്കിമിഡീസ് തത്വം കാക്കകൾ എങ്ങനെയാണ് പഠിച്ചെടുത്തത്? എന്തിനാണ് വർഷങ്ങളോളമായി ഒരു ഇന്ത്യക്കാരനോട് കാക്കകൾ കഠിനമായി പ്രതികാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് കാക്കകൾ പണത്തിനോ ബാങ്ക് കാർഡുകൾക്കോ മുൻഗണന നൽകുന്നത്? ഒരു നിലക്കടലയുടെ വലിപ്പമുള്ള തലച്ചോറ് വെച്ച് കാക്കകൾ എങ്ങനെയാണ് പല കുരങ്ങുകളെക്കാളും ബുദ്ധിശാലിയായി മാറിയത്? കാക്കകളുടെ ഈ അതിശയകരമായ കഴിവുകൾ ആളുകൾ പണ്ടേ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത് കാക്കകൾക്ക് മാത്രമല്ല. കാക്കകൾ, റാവൻസുകൾ, മാക്പെയിനുകൾ, ജെയ്സ്, റൂക്സ്, ജഗ്ഡോസ് എന്നിവ പോലുള്ള മുഴുവൻ കാക്ക കുടുംബത്തിലും ഇത് സത്യമാണ്. ആകെ ഏകദേശം 130ഓളം ഇനങ്ങളാണുള്ളത്. പണ്ട് ജീവിച്ചിരുന്ന, പണ്ട് എന്ന് പറയുമ്പോൾ വളരെ വളരെ പണ്ട് എന്നാണ് അർത്ഥം, BC 600-ൽ ജീവിച്ചിരുന്ന ഇതിഹാസ പുരാതന ഗ്രീക്ക് കഥാകാരനായ ഈസോപ്പ് തൻ്റെ ഏറ്റവും പ്രശസ്തമായ കഥകളിൽ ഒന്നായ കാക്കയും കുടവും ഈ പ്രതിഭാസത്തിനായി സമർപ്പിച്ചിട്ടുമുണ്ട്. ദാഹിച്ച ഒരു കാക്ക വെള്ളം നിറഞ്ഞ ഒരു കുടം കാണുന്നതിനെക്കുറിച്ചാണ് ഈ കഥ. എന്നാൽ കുടം വായ്വട്ടം വരെ നിറഞ്ഞിരുന്നില്ല. കാക്കയ്ക്ക് തൻ്റെ കൊക്കുകൊണ്ട് വെള്ളത്തിൽ തൊടാൻ കഴിഞ്ഞിരുന്നില്ല. കുടം ചരിക്കുവാനും കഴിയാതിരുന്ന പക്ഷി വെള്ളം കുടത്തിൻ്റെ മുകളിൽ എത്തുന്നതുവരെ ഓരോന്നായി കല്ലുകൾ പെറുക്കി അതിലേക്ക് ഇട്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ അതിന് വെള്ളം കുടിക്കുവാൻ കഴിഞ്ഞു. ഏകദേശം 2600 വർഷങ്ങൾക്ക് ശേഷം ഈസോപ്പിൻ്റെ കഥ വെറുമൊരു കഥയല്ല എന്ന് പരിശോധിക്കുവാൻ ആളുകൾ തീരുമാനിച്ചു. 2009 ഓഗസ്റ്റിൽ കറന്റ് ബയോളജിയിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനം കാണിക്കുന്നത് കാക്കകളുടെ ബന്ധുവായ റൂക്സ് സമാനമായ സാഹചര്യത്തിൽ കൃത്യമായി ഇതേ രീതിയിൽ തന്നെ പെരുമാറുന്നു എന്നാണ്. ഈ പരീക്ഷണം പിന്നീട് വിവിധ സാഹചര്യങ്ങളിൽ പലതവണ ആവർത്തിക്കപ്പെട്ടു. കാക്കകൾ എങ്ങനെ കൂടുതൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു എന്ന് കാണുവാൻ ഗവേഷകർ പരീക്ഷണത്തിൽ നിബന്ധനകൾ കൂട്ടിച്ചേർത്തു. ഉദാഹരണത്തിന്, ഈ ദൃശ്യത്തിൽ ഒരു ന്യൂ കാലിഡോണിയൻ കാക്കയ്ക്ക് 2 വ്യത്യസ്ത പാത്രങ്ങളിൽ 2 പലഹാരങ്ങൾ നൽകുന്നത് നമ്മൾ കാണുന്നു. 2 പാത്രങ്ങളിലും ഭക്ഷണം ഒരേ നിരപ്പിൽ ഉപരിതലത്തിലുണ്ട്. എന്നാൽ ഒരു പാത്രത്തിൽ വെള്ളവും മറ്റൊന്നിൽ മണലുമാണ് നിറച്ചിരിക്കുന്നത്. ബുദ്ധിമാനായ കാക്ക മണൽ നിറച്ച വലതുവശത്തെ പാത്രത്തിൽ കല്ലുകൾ ഇടാൻ ശ്രമിക്കുന്നത് പോലുമില്ല. നേരിട്ട് ഇടതുവശത്തെ പാത്രത്തിലാണ് കല്ലുകൾ ഇടുന്നത്. മണലിൽ ഈ വിദ്യ നടക്കില്ലെന്ന് തുടക്കം മുതലേ അത് മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. ശരി, ഒരുപക്ഷെ ഇത് പെട്ടെന്ന് ഊഹിക്കുന്നത് കാക്കയ്ക്ക് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നില്ലായിരിക്കാം. തുടർന്ന് അവർ മറ്റൊരു പരീക്ഷണം നടത്തി. വെള്ളം നിറച്ച പാത്രം ഒന്നു തന്നെയായിരുന്നു. എന്നാൽ കല്ലുകൾക്ക് പകരം വെളുത്ത പദാർത്ഥങ്ങൾ കൊണ്ടുള്ള കട്ടകളായിരുന്നു. അവയ്ക്കെല്ലാം ഒരേ വലിപ്പമായിരുന്നു. എന്നാൽ ചിലത് ഭാരമുള്ളതും മറ്റുള്ളവ ഭാരമില്ലാത്തതുമായിരുന്നു. അപ്പോൾ ഒരു അത്ഭുതകരമായ കാര്യം സംഭവിച്ചു. കാക്ക മാറി മാറി ഭാരമുള്ള കട്ടകളെടുത്ത് പാത്രത്തിലേക്ക് ഇടുന്നു. ഭാരമില്ലാത്തവ എടുക്കുമ്പോൾ അത് മാറ്റിവെക്കുകയും അടുത്തതെടുക്കുകയും ചെയ്യുന്നു. ഭാരമില്ലാത്തത് വെള്ളത്തിൽ താഴില്ല എന്നും അതിനാൽ അത് പ്രയോജനമില്ലെന്നും തൻ്റെ കൊക്കിൻ്റെ ഭാരം കൊണ്ട് കാക്ക മനസ്സിലാക്കി അത് അനാവശ്യമെന്ന് കരുതി ദൂരത്തേക്ക് എറിഞ്ഞു കളഞ്ഞു. എന്നാൽ ശാസ്ത്രജ്ഞർക്ക് ഇതും മതിയായിരുന്നില്ല. അവർ നിബന്ധനകൾ മാറ്റിക്കൊണ്ടേയിരുന്നു. വ്യത്യസ്ത വീതിയുള്ള, വ്യത്യസ്ത ജലനിരപ്പുള്ളതുമായ പാത്രങ്ങൾ അവർ വെച്ചു. അവർ കാക്കയ്ക്ക് വ്യത്യസ്ത വസ്തുക്കൾ നൽകി. പക്ഷേ ഫലം അപ്പോഴും ഒന്നു തന്നെയായിരുന്നു. ഒരു പരിഹാരം ലഭിക്കുന്നതിന് വേണ്ടി എങ്ങനെ ചെയ്യണമെന്ന് ന്യൂ കാലിഡോണിയൻ കാക്ക വളരെ വേഗതയിൽ തന്നെ മനസ്സിലാക്കിയെടുത്തു. ഒടുവിൽ ഒരു പരീക്ഷണം എന്ന പോലെ കാക്കയെ പരാജയപ്പെടുത്തുവാൻ തന്നെ അവർ തീരുമാനിച്ചു. അവർ ഇത്തരത്തിലൊരു പ്ലാൻ തയ്യാറാക്കി. വെള്ളം നിറച്ച 3 പാത്രങ്ങളുണ്ട്. നടുവിലേതാണ് ഏറ്റവും വീതി കുറഞ്ഞത്. ഇതിൽ ഒരു രുചികരമായ ഭക്ഷണം ഉപരിതലത്തിൽ ഒഴുകുന്നുണ്ട്. കാക്കയ്ക്ക് അത് നേരിട്ടെടുക്കുവാൻ കഴിയില്ല. ജലനിരപ്പ് വളരെ താഴ്ന്നതാണ്. ഇതിനടുത്ത് മേശപ്പുറത്ത് കല്ലുകളുണ്ട്. ഇവയുടെ വലിപ്പം മനഃപൂർവ്വം തിരഞ്ഞെടുത്തതാണ്. അതുകൊണ്ട് അവ ഭക്ഷണമുള്ള നടുവിലത്തെ പാത്രത്തിലേക്ക് ഇറങ്ങില്ല. എന്നാൽ വശങ്ങളിലെ പാത്രങ്ങളിൽ അത് പ്രവേശിക്കും.
കാരണം കുശാഗ്ര ബുദ്ധികളായ ശാസ്ത്രജ്ഞർ നടുവിലെ വീതി കുറഞ്ഞ പാത്രത്തിലെ മേശയ്ക്കടിയിലൂടെ തൊട്ടടുത്തുള്ള പാത്രവുമായി ആ ചെറിയ പാത്രത്തെ ബന്ധിപ്പിച്ചിരുന്നിട്ടുണ്ട്. ഇടതുവശത്തെ പാത്രം വേറെയായിരുന്നു. വലതുവശത്തെ പാത്രത്തിൽ ഒരു കല്ലിട്ട് കഴിഞ്ഞാൽ അതിലും നടുവിലത്തെ പാത്രത്തിലും ജലനിരപ്പ് ഒരേപോലെ ഉയരും. ഇടതുവശത്ത് സമാന വീതിയുള്ള പാത്രമാണുള്ളത്. പക്ഷേ ഇതും മറ്റുള്ളവയുമായി യാതൊരു ബന്ധവുമില്ല. അതിനാൽ കല്ലിട്ടാലും നടുവിലത്തെ പാത്രത്തിലെ ജലനിരപ്പിനെ ബാധിക്കില്ല. പ്രശ്നം നേരിട്ട് പരിഹരിക്കുവാൻ കഴിയില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഇവിടെ പരീക്ഷണം നടത്തുക മാത്രമല്ല, ശരിയായ കാര്യകാരണ ബന്ധങ്ങൾ കണ്ടെത്തുകയും വേണം. കുറച്ച് ശ്രമങ്ങൾക്ക് ശേഷം തൊട്ടടുത്തുള്ള പാത്രത്തിലല്ല, മറിച്ച് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്ന പാത്രത്തിലാണ് കല്ലിടേണ്ടത് എന്ന് കാക്കയ്ക്ക് മനസ്സിലാകുന്നു. ചുരുക്കത്തിൽ കാക്ക സ്കൂളിൽ പോയിട്ടില്ലെങ്കിലും ആർക്കിമിഡീസിന്റെ ഇതിഹാസ കണ്ടെത്തലിലെ അറിവിലുള്ള പരീക്ഷണം തമാശ രൂപേണ വിജയിച്ചു. നമുക്കൊന്ന് ഓർത്തെടുക്കാം. ഇതിഹാസമനുസരിച്ച് പുരാതന ഗ്രീക്ക് ശാസ്ത്രജ്ഞനും എഞ്ചിനീയറുമായ ആർക്കിമിഡീസ് വെള്ളം നിറച്ച ഒരു ബാത്ടബിൽ കിടക്കുമ്പോൾ പെട്ടെന്ന് ഒരു ലളിതമായ തത്വം മനസ്സിലായി. സ്ഥാനഭ്രംശം സംഭവിക്കുന്ന വെള്ളത്തിന്റെ അളവ് ആ വെള്ളത്തിൽ മുങ്ങുന്ന വസ്തുവിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ഈ കണ്ടെത്തലാണ് അദ്ദേഹത്തെ യുറേക്ക എന്ന് വിളിച്ച് ഓടാൻ പ്രേരിപ്പിച്ചത്. ഇതിനർത്ഥം ഞാനിത് കണ്ടെത്തി എന്നാണ്. നിങ്ങൾക്ക് കാണാവുന്ന പോലെ കാക്കകളും ഇതേ കണ്ടെത്തലിൽ നിന്ന് ഒട്ടും പിന്നിലല്ല. കുറഞ്ഞപക്ഷം ന്യൂ കാലിഡോണിയൻ കാക്കയെങ്കിലും അത് പണ്ടേ ചെയ്തിട്ടുണ്ടാകും. അവ കാക്ക കുടുംബത്തിലെ ഏറ്റവും ബുദ്ധിമാന്മാരിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. കാക്കകളും വെള്ളവും തമ്മിലുള്ള പരീക്ഷണങ്ങൾ നിങ്ങളെ എത്രത്തോളം ആകർഷിച്ചിട്ടില്ല എങ്കിൽ ശരിക്കും അത്ഭുതപ്പെടാൻ തയ്യാറായിക്കൊള്ളുക. വർഷങ്ങളോളമായി ഗവേഷകർ കുരങ്ങുകളിൽ പല പരീക്ഷണങ്ങളും നടത്തുന്നുണ്ട്. അതിനാൽ എന്തെങ്കിലും കിട്ടുന്നതിന് വേണ്ടി വടി ഉപയോഗിക്കുന്ന കുരങ്ങ് ഇന്നൊരത്ഭുതമല്ല. എന്നാൽ ഒരു കുരങ്ങ് സ്വന്തമായി ഒരു സ്റ്റൂൾ ഉണ്ടാക്കിയാൽ അത് ശാസ്ത്രലോകത്തും മനുഷ്യവർഗത്തിലും വലിയ ചലനമുണ്ടാക്കും. എന്തുകൊണ്ടാണ് ഈ ഉദാഹരണം പറയുന്നത്? നമുക്ക് മുകളിൽ നിന്ന് തുടങ്ങാം. ന്യൂ കാലിഡോണിയൻ കാക്കകളെ ഏറ്റവും ബുദ്ധിമാന്മാരാക്കുന്ന മറ്റെന്താണ് അവർ ചെയ്യുന്നത്? സ്വയം നിർമ്മിച്ച ഉപകരണങ്ങൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് അവർക്കറിയാം. അവർ അതിൽ എത്ര സമർത്ഥരാണെന്നതിനാൽ പരിചയസമ്പന്നരായ ഗവേഷകർ പോലും അത്ഭുതപ്പെട്ടു പോകും. 2002 ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ ബെറ്റി എന്ന ന്യൂ കാലിഡോണിയൻ കാക്കയുടെ പെരുമാറ്റം നിരീക്ഷിച്ചു. ഈ വീഡിയോ പരീക്ഷണത്തിലെ അതിൻ്റെ അതിശയിപ്പിക്കുന്ന നേട്ടം കാണിക്കുന്നു. ഭക്ഷണമുള്ള ഒരു ചെറിയ ബക്കറ്റ് ഒരു കുഴലിനുള്ളിൽ വെച്ചു. കുഴലിൻ്റെ നീട്ടം കാരണം കാക്കയ്ക്ക് ബക്കറ്റിലെത്താൻ കഴിയില്ല. തുടർന്ന് അതൊരു ചെറിയ കമ്പി കഷ്ണമെടുത്തു. അതുപയോഗിച്ച് ബക്കറ്റ് കൊളുത്തിയെടുക്കുവാൻ പലതവണ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെട്ടുപോയി. കമ്പി വളച്ച് ഒരു കൊളുത്തുണ്ടാക്കി മാറ്റുവാൻ അത് ചിന്തിക്കുകയും പിന്നീട് എളുപ്പത്തിൽ അത് കൊളുത്താക്കി മാറ്റുകയും ആ ബക്കറ്റ് നിഷ്പ്രയാസം പുറത്തെടുക്കുകയും ചെയ്തു. മാത്രമല്ല, തുടർന്നുള്ള 10ൽ 9 തവണയും കാക്ക ഇത് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ബെറ്റി ഇതിലൂടെ എല്ലാവരെയും ശരിക്കും അത്ഭുതപ്പെടുത്തി. ഇത് വെറുമൊരു തുടക്കം മാത്രമായിരുന്നു. അവർ പരീക്ഷണം വീണ്ടും സങ്കീർണമാക്കി. പക്ഷിക്ക് ഇതിലും പ്രയാസകരമായൊരു ജോലി ചെയ്യേണ്ടി വന്നു. ആദ്യം നീളമുള്ള വടി കിട്ടുവാൻ ഒരു ചെറിയ വടി ഉപയോഗിക്കുക, എന്നിട്ട് അതുപയോഗിച്ച് ഭക്ഷണത്തിലെത്തുക. ബെറ്റി ഈ ജോലിയും വളരെ എളുപ്പത്തിൽ തന്നെ കൈകാര്യം ചെയ്തു. പിന്നീട് ന്യൂ കാലിഡോണിയൻ കാക്കകളിൽ സമാനമായ നിരവധി പരീക്ഷണങ്ങൾ നടത്തപ്പെട്ടു. ശാസ്ത്രജ്ഞർ പരീക്ഷണങ്ങളുടെ സങ്കീർണത വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഓരോന്ന് കഴിയുന്തോറും കാക്കകളുടെ സാമർഥ്യം കണ്ട് അത്ഭുതം വർദ്ധിച്ചു വന്നുകൊണ്ടേയിരുന്നു. ചില പരീക്ഷണങ്ങൾ ഗവേഷകരെ ഞെട്ടിച്ചു. വിയന്ന സർവകലാശാലയിലെ ആലിസ് ഓസ്ബെർഗും ഓക്സ്ഫോർഡിലെ അലജാൻഡ്രോ സെൽവിനിയും ചേർന്ന് പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ പറയുന്നത്, ന്യൂ കാലിഡോണിയൻ കാക്കകൾക്ക് വിവിധ ഭാഗങ്ങൾ കൂട്ടിയോജിപ്പിച്ച് ഉപകരണങ്ങൾ നിർമ്മിക്കാൻ കഴിയുമെന്നാണ്. കാക്കകൾക്ക് ഒരു പാത്രത്തിൽ നിന്നും ഭക്ഷണം ഇടക്കേണ്ടി വന്നു. അതിനായി അവർ ഒരു നീളമുള്ള വടി ഉപയോഗിക്കേണ്ടി വന്നു. തുടക്കത്തിൽ ബോക്സിന് ചുറ്റും വടികൾ വെച്ചിരുന്നു. പക്ഷികൾ അവ വിജയകരമായി തന്നെ ഉപയോഗിച്ചു. എന്നാൽ പിന്നീട് മുൻകൂട്ടി നിർമ്മിച്ച നീളമുള്ള വടികൾക്ക് പകരം ചെറിയ വടികൾ വെച്ചു. അവ പരസ്പരം ബന്ധിപ്പിച്ച് നീളമുള്ള ഒന്നാക്കി മാറ്റുവാൻ കഴിയുന്നവയായിരുന്നു. 8 പക്ഷികളിൽ 4 എണ്ണവും യാതൊരു പരിശീലനവുമില്ലാതെ എന്തു ചെയ്യണമെന്ന് സ്വയം മനസ്സിലാക്കി. വടികൾ കൂട്ടിച്ചേർത്ത് ഭക്ഷണം കൈക്കലാക്കി. പിന്നീട് ജോലി കൂടുതൽ പ്രയാസകരമാക്കി. ചെറിയ വടികൾ നേരിട്ടല്ല, മറിച്ച് ഒരു പ്രത്യേക അഡാപ്റ്റർ ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിരുന്നു. വസ്തുക്കൾ പരിശോധിച്ച ശേഷം അഡാപ്റ്ററുകളുടെ ഉദ്ദേശം മനസ്സിലാക്കിയ ഒരു കാക്ക അതിലുണ്ടായിരുന്നു. ആ ബുദ്ധിമാൻ 3 മാത്രമല്ല 4 ഭാഗങ്ങൾ ഉപയോഗിച്ചു പോലും ആവശ്യമായ നീളമുള്ള വടി നിർമ്മിച്ചു. ഒരു കാലത്ത് മനുഷ്യർക്ക് മാത്രമേ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ കഴിയൂ എന്ന് വിശ്വസിച്ചിരുന്നു. പിന്നീട് മനുഷ്യർക്കും ചിമ്പാൻസികൾക്കും മാത്രമേ വിവിധ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് ഒരു ഉപകരണം നിർമ്മിക്കാൻ കഴിയൂ എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. ഈ കാക്ക കുടുംബത്തെ നമ്മൾ എത്രത്തോളം കുറച്ചാണ് കണ്ടിരുന്നത് എന്ന് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ടോ? ഒരു പക്ഷിക്ക് പല ഭാഗങ്ങൾ ഉപയോഗിച്ച് ഉപയോഗപ്രദമായ ഒരു ഉപകരണം നിർമ്മിക്കുവാൻ കഴിയുന്നത് യാതൊരു നിർദ്ദേശവുമില്ലാതെ
ഒരു കുരങ്ങ് ചുറ്റുകയും ആപ്പും ഉപയോഗിച്ച് ഒരു കസേര നിർമ്മിക്കുന്നത് പോലെയാണ്. എങ്ങനെയെല്ലാമാണ് കാക്കകളുടെ ബുദ്ധിശക്തിയെക്കുറിച്ച് നമ്മൾ ഇത്രയധികം കാര്യങ്ങൾ കാണാതെ പോയത്? കാക്കകളുടെ ബുദ്ധിശക്തിയെക്കുറിച്ചുള്ള നമ്മുടെ കഥയുടെ തുടക്കം മാത്രമാണിത്. ഇതിലും അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ ഇനിയുമുണ്ട്. എന്നാൽ ആദ്യം അങ്ങേയറ്റം ബുദ്ധിയുള്ള ഈ വർഗത്തെ നമ്മുടെ മൂക്കിന് താഴെയുണ്ടായിട്ടും നാം എങ്ങനെ ശ്രദ്ധിക്കാതെ പോയി എന്ന് വിവരിക്കാം. ഈ പക്ഷികൾ മറ്റു പക്ഷികളെക്കാൾ ബുദ്ധിമാന്മാരാണെന്ന് ആളുകൾ പണ്ടേ ശ്രദ്ധിച്ചിരുന്നു എങ്കിലും ആരും അവയുടെ ബുദ്ധിശക്തിയെ ഗൗരവമായി എടുത്തില്ല. അവർക്ക് ബുദ്ധിയില്ലെന്ന് ശാസ്ത്രം ദൃഢമായി വിശ്വസിച്ചു. എന്തുകൊണ്ടെന്നാൽ മനസ്സിനെക്കുറിച്ചുള്ള പഠനങ്ങൾ മനുഷ്യരെയും പിന്നീട് കുരങ്ങുകളെയും അടിസ്ഥാനപ്പെടുത്തിയുള്ളതായിരുന്നു. ചിന്തിക്കാനുള്ള കഴിവിന് സസ്തനികളിൽ നിയോ കോർട്ടക്സ് എന്ന ഭാഗമുണ്ട്. എന്നാൽ പക്ഷികൾക്ക് ഒരു നിയോ കോർട്ടക്സ് ഇല്ല. അതുകൊണ്ട് തന്നെ നിയോ കോർട്ടക്സ് ഇല്ലെങ്കിൽ ചിന്തയില്ല എന്ന് ശാസ്ത്രജ്ഞന്മാർ ഉറച്ചു വിശ്വസിച്ചു. അവർ പക്ഷികളുടെ ബുദ്ധിശക്തിയെക്കുറിച്ചുള്ള ചോദ്യം അന്വേഷിക്കാതെ തന്നെ അവസാനിപ്പിച്ചു കളഞ്ഞു. എന്നാൽ ലബോറട്ടറി പരീക്ഷണങ്ങളുടെ ഫലങ്ങൾ അവഗണിക്കുവാൻ കഴിയാത്തതായിരുന്നു. ഈ പക്ഷികൾ ബുദ്ധിശക്തിയിൽ ചില സസ്തനികൾക്ക് തുല്യമാണ് എന്ന് മാത്രമല്ല, മിക്കവയെയും മറികടക്കുകയും ചെയ്യുന്നു എന്ന് തെളിഞ്ഞു. ഒരു എലി കാക്ക ചെയ്യുന്ന പോലെ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? ഒരു നായ്ക്ക് പോലും ചെയ്യാൻ കഴിയാത്ത കാര്യമാണിത്. അതിനാൽ ശാസ്ത്രജ്ഞർക്ക് അവരുടെ സമീപനം മാറ്റേണ്ടി വന്നു. പക്ഷികളുടെ തലച്ചോറിൻ്റെ ഘടനയിൽ സസ്തനികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് എന്ന് അവർ മനസ്സിലാക്കി. ട്രോമോഗ്രഫി പോലുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യ വന്നതോടെയാണ് വലിയ മാറ്റങ്ങൾ ഉണ്ടായത്. കാക്ക കുടുംബത്തിൻ്റെ തലച്ചോറിലെ ന്യൂറോണുകൾ വളരെ ചെറുതാണെന്നും അവ അതിസാന്ദ്രമായി ക്രമീകരിച്ചിട്ടുള്ളതാണ് എന്നും കണ്ടെത്തി. ഒരു കുരങ്ങിനേക്കാൾ 2 ഇരട്ടി ന്യൂറോണുകൾ കാക്കയുടെ തലച്ചോറിനുള്ളിലുണ്ട്. മറ്റൊരു രസകരമായ കാര്യം, ഒരു വൈൻഡിംഗ് മെഷീൻ ഉപയോഗിക്കുവാൻ അറിയാവുന്ന കാക്കയെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കേംബ്രിഡ്ജ് സർവകലാശാലയിലെ ഡോക്ടർ സാറ ജൽബർട്ട് വികസിപ്പിച്ചെടുത്ത ഒരു പരീക്ഷണമാണിത്. കാക്കകൾക്ക് വനത്തിനുള്ളിൽ ഒരിക്കലും ചെയ്യേണ്ടി വരാത്ത ഒരു കാര്യം നൽകി അവരെ ചിന്തിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. യന്ത്രത്തിൽ ഒരു പേപ്പർ കഷ്ണം ഇട്ടാൽ കാക്കയ്ക്ക് ഇറച്ചി കഷ്ണം ലഭിക്കും. കാക്കകൾക്ക് ഇത് വേഗതയിൽ പഠിക്കാൻ സാധിച്ചു. പിന്നീട് അവർക്ക് വലിയ പേപ്പർ ഷീറ്റുകൾ നൽകി. അവ യന്ത്രത്തിൽ കയറില്ലായിരുന്നു. പകുതിയോളം കാക്കകളും പേപ്പർ ചെറിയ കഷ്ണങ്ങളാക്കി കീറി മുറിച്ച ശേഷമാണ് ഉപയോഗിച്ചത്. പിന്നീട് പേപ്പർ ടോക്കണിൻ്റെ ശരിയായ വലിപ്പം ഓർമ്മയിൽ നിന്നും നിർമ്മിക്കുവാൻ അവർക്ക് കഴിയുമോ എന്ന് പരിശോധിച്ചു. ഓരോ കാക്കയ്ക്കും പ്രത്യേക വലിപ്പത്തിലുള്ള ടോക്കൺ ആവശ്യമായ വ്യത്യസ്ത മെഷീനുകൾ നൽകി. മാതൃകകൾ മുന്നിലില്ലാത്തത് തന്നെ. തങ്ങളുടെ മെഷീന് വേണ്ട പേപ്പറിൻ്റെ വലിപ്പം ഓർത്തെടുത്ത് അത് നിർമ്മിക്കുവാൻ അവർക്ക് സാധിച്ചു. ഇതുമാത്രമല്ല, കാക്കകൾക്ക് എണ്ണാനും അറിയാം. ട്യൂബിംഗൺ സർവകലാശാലയിലെ ഗവേഷകർ ഒരു സ്ക്രീനിൽ 1 മുതൽ 5 വരെയുള്ള കുത്തുകൾ കാക്കകളെ കാണിച്ചു. ക്രമീകരണവും വലിപ്പവും മാറിയാലും കുത്തുകളുടെ എണ്ണം നോക്കി ശരിയായി ഉത്തരം നൽകുവാൻ കാക്കകൾക്ക് കഴിഞ്ഞു. 75% കേസുകളിലും അവർ ശരിയായി തന്നെ തിരിച്ചറിഞ്ഞു. മറ്റൊരു അത്ഭുതകരമായ പരീക്ഷണം റിക്കർഷൻ എന്ന സങ്കീർണമായ ചിന്താരീതിയെക്കുറിച്ചായിരുന്നു. സങ്കീർണമായ വാചകങ്ങൾ നിർമ്മിക്കുവാൻ മനുഷ്യർ ഉപയോഗിക്കുന്ന രീതിയാണിത്. കാക്കകൾക്ക് ബ്രാക്കറ്റുകൾ ഉപയോഗിച്ച് സങ്കീർണമായ ക്രമീകരണങ്ങൾ നിർമ്മിക്കുവാൻ നൽകിയപ്പോൾ 3-4 വയസ്സുള്ള കുട്ടികളോ കുരങ്ങുകളോ ചെയ്യുന്ന അതേ നിലവാരത്തിൽ കാക്കകൾ അത് ചെയ്തു. കൂടാതെ സ്റ്റാറ്റിസ്റ്റിക്കൽ റീസണിംഗ് ഉപയോഗിക്കാനും അവർക്കറിയാം. അതായത് ഒരു കാര്യം ചെയ്താൽ പ്രതിഫലം കിട്ടാനുള്ള സാധ്യത എത്രയാണെന്ന് അവർക്ക് കണക്ക് കൂട്ടുവാൻ കഴിയും. ഭക്ഷണം ഒളിപ്പിച്ചു വെക്കുന്ന കാര്യത്തിലും ഇവർ അസാമാന്യ ബുദ്ധി കാണിക്കുന്നു. ഭക്ഷണം എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് അവർക്ക് കൃത്യമായി അറിയാം. ചിലപ്പോൾ അത് കണ്ടെത്തുവാൻ അടയാളങ്ങൾ വരെ വെക്കാറുണ്ട്. മാഷ്മെല്ലോ പരീക്ഷണം കാക്കകളിൽ നടത്തിയപ്പോൾ നല്ല ഭക്ഷണത്തിനു വേണ്ടി എത്ര സമയം വേണമെങ്കിലും കാത്തിരിക്കാനുള്ള ക്ഷമ അവർക്കുണ്ട് എന്ന് തെളിഞ്ഞു. ജപ്പാനിലെ കാക്കകൾ ട്രാഫിക് ഉപയോഗിച്ച് പരിപ്പുകൾ പൊട്ടിക്കുന്നതും ബാങ്ക് കാർഡ് ഉപയോഗിച്ച് ടിക്കറ്റ് എടുക്കാൻ ശ്രമിക്കുന്നതും അവരുടെ ബുദ്ധിശക്തിയുടെ വലിയ തെളിവുകളാണ്. കാക്കകൾ ആംഗ്യഭാഷ ഉപയോഗിച്ച് ആശയവിനിമയം നടത്താറുണ്ട്. അവർ മരിച്ചവർക്കായി നിശബ്ദമായി ഒത്തുചേരാറുണ്ട്. നായ്ക്കളെയും പൂച്ചകളെയും കളിയാക്കുന്നതും ഇവർക്കിഷ്ടമാണ്. ഇന്ന് ലോകത്ത് മാലിന്യം ശേഖരിക്കുവാനും മറ്റ് കാക്കകളെ ജോലിക്ക് നിയമിക്കാറുണ്ട്. സ്വീഡനിൽ സിഗരറ്റ് കുട്ടികൾ ശേഖരിക്കുവാൻ കാക്കകളെ ഉപയോഗിക്കുന്നത് ശുചീകരണ ചെലവ് ഗണ്യമായി കുറയ്ക്കുന്നു. ഭാവിയിൽ പോലീസിനെ സഹായിക്കുവാനും കുറ്റവാളികളെ തിരിച്ചറിയുവാനും കാക്കകൾക്ക് കഴിഞ്ഞേക്കാം. ചുരുക്കത്തിൽ കാക്കകൾ വെറുമൊരു പക്ഷിവർഗമല്ല, മറിച്ച് ഭൂമിയിൽ ഏറ്റവും ബുദ്ധിശക്തിയുള്ള ജീവികളിൽ ഒന്ന് തന്നെയാണ്. ഒരു ചെറിയ നിലക്കടലയുടെ വലിപ്പമുള്ള അവരുടെ തലച്ചോറ് സസ്തനികളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണെങ്കിലും അതിലെ ന്യൂറോണുകളുടെ സാന്ദ്രതയും പ്രവർത്തന രീതിയും കുരങ്ങുകളെ പോലെയുള്ള പ്രൈമേറ്റുകളെക്കാൾ മികച്ച ബുദ്ധിശക്തി നൽകുവാൻ അവരെ പ്രാപ്തരാക്കുന്നു. സങ്കീർണമായ ഉപകരണങ്ങൾ നിർമ്മിക്കുവാനും ആർക്കിമിഡീസ് തത്വം പോലുള്ള ഭൗതിക ശാസ്ത്ര തത്വങ്ങൾ പ്രായോഗികമായി ഉപയോഗിക്കാനുമുള്ള അവരുടെ കഴിവ് അത്ഭുതകരമാണ്. കൃത്യമായി ആശയവിനിമയം നടത്തുന്നതിനും തങ്ങളുടെ വർഗത്തിൽപ്പെട്ടവർ മരിക്കുമ്പോൾ ദുഃഖാചരണം നടത്തുന്നതിനും
തലമുറകളിലേക്ക് അറിവുകൾ കൈമാറുന്നതിനും കാക്കകൾക്ക് കഴിയുന്നു. സിഗരറ്റ് കുറ്റികൾ ശേഖരിക്കുവാനും മാലിന്യങ്ങൾ വൃത്തിയാക്കുവാനുമായി കാക്കകളെ ഉപയോഗിക്കുന്നത് പോലെ ഭാവിയിൽ മനുഷ്യരുടെ ദൈനംദിന ജീവിതത്തിലും സുരക്ഷാ കാര്യത്തിലും കാക്കകൾ നമ്മുടെ വലിയ സഹായിയായി മാറിയേക്കാം. നാം ഒരിക്കലും ഗൗരവമായി എടുത്തിട്ടില്ലാത്ത ഈ പക്ഷികളെ നാം ഇനി ആദരവോടെയും ബഹുമാനത്തോടെയും കാണേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ ഭാവിയിൽ മനുഷ്യന് തുല്യമായി കണക്കാക്കാവുന്ന ബുദ്ധിയുള്ള ഒരു വർഗമായി കാക്കകൾ മാറിയേക്കാം. കാക്കകളുടെ ഈ അസാമാന്യ ബുദ്ധിയെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.